ഡെയിലി ഒരു 5 മിനിറ്റ് മാറ്റി വെക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു 5 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു 300 രൂപ 350 രൂപ ആ ഒരു റേഞ്ച് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സിമ്പിളായ ആപ്ലിക്കേഷനാണ്, പ്ലേ സ്റ്റോറിലുള്ള ഒരു ആപ്ലിക്കേഷനാണ്. സോ നിങ്ങൾക്ക് വേറെ APK കാര്യങ്ങളൊന്നും ഇൻസ്റ്റാൾ ചെയ്യേണ്ട. കൂടാതെ തന്നെ സ്പിന്നർ, സ്ക്രാച്ച്, അതേപോലെ ടാസ്ക് ഓഫർ അങ്ങനത്തെ സംഭവം ഒന്നും കംപ്ലീറ്റ് ആക്കണ്ട. നമുക്ക് കയറുമ്പോൾ തന്നെ കുറേ സർവീസും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നതായിരിക്കും. അതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ടെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏണിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ഒരു കംപ്ലീറ്റ് റിവ്യൂവും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് വിഡ്രോ ചെയ്യുക കാര്യങ്ങളൊക്കെ തുടക്കം തൊട്ട് A to Z നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, വീഡിയോ സ്കിപ്പ് അടിക്കാണ്ട് ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. സംഭവം എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ പോയി യൂസ് ചെയ്യുക. ഒരു ആപ്ലിക്കേഷൻ ആകുമ്പോൾ കുറേ പോസിറ്റീവും കാണും നെഗറ്റീവും കാണും. രണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റിവ്യൂ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ തുടങ്ങാം. അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെ പതിവ് പോലെ തന്നെ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ സർവീസും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ പേര് വരുന്ന ലൈഫ് പോയിന്റ്സ് എന്നാണ്. പണ്ട് ഈ ആപ്ലിക്കേഷൻ അത്യാവശ്യം കുറച്ച് വൈറലായിരുന്നു, പിന്നെ അവർ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവർ കറക്റ്റായിട്ട് പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക, ഓപ്പൺ ചെയ്യുക. ന്യൂ യൂസർ ആയതുകൊണ്ട് തന്നെ നമുക്കവിടെ നമ്മുടെ യൂസർ നെയിമും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഇമെയിൽ ID എൻ്റർ ചെയ്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പിലും കാര്യങ്ങളൊക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതാ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ഇമെയിൽ അഡ്രസ്സ്, ലാസ്റ്റ് നെയിം, ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സൈൻ അപ്പ് ബോണസിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 10 LPS, അതായത് ലൈഫ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടണമെങ്കിൽ, നമുക്കത് കിട്ടണമെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മെയിലിലേക്ക് ഒരു വെരിഫിക്കേഷൻ മെയിൽ വരുന്നതായിരിക്കും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്ത് വിടണം. ഇപ്പോൾ തന്നെ നിങ്ങളുടെ മെയിലും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുക. അപ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കും കൺഫേം യുവർ മെയിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ചോദിക്കും നമ്മൾ എന്തിനു വേണ്ടിയാണ് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഏണിംഗ് മണി എന്ന് എന്തെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ നേരെ ആപ്ലിക്കേഷനിലേക്ക് പോകുന്നതായിരിക്കും. നമുക്കവിടെ കയറുമ്പോൾ തന്നെ സൈൻ അപ്പ് ബോണസ് ആയിട്ടുള്ള ഒരു 10 പോയിന്റ്സ് അവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, 10 പോയിന്റ്സ് സൈൻ അപ്പ് ബോണസ് ആയിട്ട് നമുക്കവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നോക്കുവാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും അവിടെ നമുക്ക് ഒരു സർവേ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് പോയിന്റ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അത് നമുക്ക് പക്ഷേ അതിന് പോയിന്റ്സ് കിട്ടും, ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് ആ ഒരു സർവേ പിടിച്ച് ക്ലിക്ക് ചെയ്യുക. 2 മിനിറ്റ് എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ ഒരു 10-15 സെക്കൻഡൊക്കെ മതി അത് കംപ്ലീറ്റ് ആക്കാൻ. അപ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കുന്നതായിരിക്കും. അപ്പം ഞാൻ തുടക്കത്തിലേ പറയാം, നിങ്ങൾ ജെനുവനായിട്ട് മാത്രം ആൻസർ ചെയ്യുക. നിങ്ങൾ 2004 2004 മാത്രം കൊടുക്കുക. കാരണം അവരത് കുഴപ്പിച്ച് വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിയുമ്പോൾ നമുക്കത് ആൻസർ ചെയ്യാണ്ട് വരും. നമ്മൾ തെറ്റുത്തരം കൊടുക്കും, നമുക്ക് പോയിന്റ്സ് കിട്ടത്തില്ല. ബാക്കിയുള്ള ആപ്ലിക്കേഷനെ പോലെയല്ല, നമ്മൾ ഈ ആദ്യം കൊടുക്കുന്ന ഈ ഒരു നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഈ സർവേ ഇല്ലേ, ഇതനുസരിച്ചായിരിക്കും അവർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ 18 വയസ്സൊന്നും കൊടുത്തു, എന്നിട്ട് നമ്മൾ വേറൊരു സർവേ ചെയ്യുമ്പോൾ 25 വയസ്സെന്ന് കൊടുത്താൽ നടപടിയാവുന്ന കേസല്ല. നമ്മൾ വേറൊരു സർവേയിൽ മെയിലെന്ന് കൊടുത്തു, മറ്റൊരു മെയിലിൽ നമ്മൾ ഫീമെയിലിന് കൊടുത്തു. അപ്പോൾ അതൊന്നും അങ്ങനെ അവർ ആക്സെപ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ സർവേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റീലായിട്ട് മാത്രം നിങ്ങൾ സർവേ കംപ്ലീറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് കംപ്ലീറ്റ് ആക്കി. അവരത് 0 പോയിന്റ്സ് എന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്കവിടെ കോയിൻസ് ആഡ് ആയിട്ടുണ്ട്, 31 പോയിന്റ്സ് വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ 2 എക്സ്ട്രാ സർവേ നമുക്കവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, 65 പോയിന്റ്സിൻ്റെ വീതം. അപ്പോൾ നമുക്കൊരു 244 പോയിന്റും കൂടെ എനിക്കിനി കൂടുതൽ ഏൺ ചെയ്താൽ എനിക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അത്രേ ഉള്ളൂ. മിനിമം റെഡി എന്നൊക്കെ പറഞ്ഞാൽ വളരെ കുറവാണ്, സിമ്പിളായിട്ട് തന്നെ. ഇപ്പം നമുക്ക് 65 കംപ്ലീറ്റ് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് 60 120 നമുക്ക് ഏകദേശം 130 പോയിന്റ്സ് നമുക്ക് അങ്ങനെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി ഇങ്ങനെ സർവീസ് വരും, അത് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും. പിന്നെ ചിലവർക്ക് കയറുമ്പോൾ തന്നെ സർവീസും കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല. അപ്പം തന്നെ ഫേക്കാന്ന് പറയാൻ നിൽക്കാണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഒരു 2-3 ദിവസം കഴിയുമ്പോൾ സർവീസും കാര്യങ്ങളൊക്കെ വന്നോളൂ. അപ്പോൾ ഇനി റിവാർഡ്സിൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമുക്കവിടെ വിഡ്രോ ചെയ്യാനായിട്ട് പേപ്പാലുണ്ട്, ഗിഫ്റ്റ് കാർഡ് ഉണ്ട്, ചാരിറ്റി ഡൊണേഷൻസ് ഉണ്ട്. നിങ്ങൾ മാക്സിമം പേപ്പാലും ഗിഫ്റ്റ് കാർഡ് നോക്കുക. ചാരിറ്റി നിങ്ങൾ നോക്കണമെന്ന് ഞാൻ പറയത്തില്ല, കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ അത് അവരിലേക്ക് ചെല്ലുന്നുണ്ടോ നമുക്ക് അറിയത്തില്ല. ഇനി നിങ്ങൾക്ക് ചാരിറ്റി കാര്യങ്ങൾ കൊടുക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പേപ്പാലിലേക്കോ ഗിഫ്റ്റ് കാർഡായിട്ടോ കൺവേർട്ട് ചെയ്തിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ കൊടുക്കുക, അതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഗിഫ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിൽ കുറേ ഗിഫ്റ്റ് കാർഡും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ നമുക്കവിടെ കാണാൻ സാധിക്കും ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്, മിൻട്ര ഉണ്ട്, നൈക്കി ഉണ്ട്, അതുപോലെയാണ് സൊമാറ്റോ ഉണ്ട്, പിന്നെ വേറെ ഏതൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ഏകദേശം 300 പോയിന്റ് ആവുകയാണെങ്കിൽ, 300 പോയിന്റ് അല്ല, ഏകദേശം 330 പോയിന്റ് ഒക്കെ ആകുമ്പോൾ നമുക്ക് 300 രൂപ വിഡ്രോ ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഡെയിലി നമുക്ക് 100-ന്റെ 500-ന്റെ
സോറി 500 അല്ല 60 ഒക്കെ ആയിരിക്കും നമുക്ക് സർവേ പോയിന്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അത് നിങ്ങൾ റിയലായിട്ട് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രമേ ആ പോയിന്റ് കിട്ടുള്ളൂ. ആ പോയിന്റ് കാര്യങ്ങൾ ക്ലെയിം ചെയ്തുകൊണ്ട് നമുക്കൊരു ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കും, ഉറപ്പാണ് ആ കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള. വേറെ നമുക്ക് പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. വേറെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്ത് എവിടെയോ അത് ഹിഡൻ ആയിട്ട് കിടക്കുവാണ്. എനിക്ക് തോന്നുന്ന പ്രൊഫൈൽ സെക്ഷനിൽ കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു 330 പോയിന്റ് ആകുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരിക്കുക. സിമ്പിളായിട്ടുള്ള സർവേ ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നിങ്ങളത് ഫേക്കായിട്ട് നിങ്ങൾ വായിച്ച് നോക്കാണ്ടൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും പോയിന്റ് കിട്ടൂല. ഞാനിപ്പോൾ നോക്കാണ്ട് ഒരെണ്ണം കംപ്ലീറ്റ് ചെയ്തു. ഞാനിത് വീഡിയോ റെക്കോർഡ് ചെയ്യുമായിരുന്നു, അതിൻ്റെ കൂടെ വോയിസ് റെക്കോർഡ് ചെയ്യണം, അങ്ങനെയൊക്കെ എനിക്കത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. സോ ഞാനത് ഡിസ്ക്വാളിഫൈ ആയിപ്പോയി. അപ്പം തന്നെ അവർ കളയും, ഒറ്റ പോയിന്റ് വരെ നമുക്ക് തരത്തുമില്ല. ഓക്കെ, അപ്പം അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ വേറെ എന്താ പറയുക സർവേയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന പോലെ നിങ്ങൾ അവിടുന്ന് ഇവിടുന്ന് നോക്കി ചെയ്യരുത്. റിയലായിട്ടുള്ള മാത്രം എൻ്റർ ചെയ്യുക. റിയലായിട്ടുള്ള എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് എന്താണെങ്കിലും പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, കുറേ പേര് യൂസ് ചെയ്തിട്ടുണ്ട്, കുറേ പേര് റിവ്യൂസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം വളരെ നല്ലൊരു ആപ്ലിക്കേഷനാണ്. സർവേയും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനിയുള്ള ലാസ്റ്റ് 1 മിനിറ്റ് നമുക്ക് ഈ ആപ്ലിക്കേഷൻ്റെ കുറ്റം പറയാം. ഒരു ആപ്ലിക്കേഷൻ ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് കാണുമല്ലോ. അപ്പോൾ എനിക്ക് തോന്നിയ നെഗറ്റീവാണ്, എല്ലാവർക്കും തോന്നണമെന്നില്ല. ചിലപ്പോൾ എൻ്റെ ഫോണിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നതിൻ്റെ ആയിരിക്കും. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, അപ്പോൾ ഇതിന് ഫസ്റ്റായിട്ട് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ലാഗ് അടിപ്പിക്കുന്നുണ്ട്. നമ്മൾ സർവീസും കാര്യങ്ങളൊക്കെ കയറുമ്പോൾ നമുക്കവിടെ ജസ്റ്റ് അവിടെ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ ലോഗോ കാണിച്ചിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക, ലോഡിങ് ആവുക, അങ്ങനെ കുറച്ച് ഇഷ്യൂ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ചില സമയത്ത് അവിടെ ബ്ലാങ്ക് ആയിട്ടിരിക്കും, സ്ക്രീൻ ഇങ്ങനെ ബ്ലാങ്ക് ഔട്ട് ആവും, വെള്ള കളറിൽ ഇങ്ങനെ ഇരിക്കും, നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല, ബാക്ക് അടിക്കുക അല്ലാതെ വേറെ നിവൃത്തി ഉണ്ടാവില്ല. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. പിന്നെ ചില സർവേ ഒക്കെ നമ്മൾ ഡിസ്ക്വാളിഫൈ ആയി പോകാറുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ആപ്ലിക്കേഷനൊരു നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയേക്കുന്നത്. പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വിത്തിൻ 4 ഡേയ്സിനുള്ള ഒരു പേയ്മെൻറ്റ് അല്ലെങ്കിൽ 5 ഡേയ്സിനുള്ളിൽ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഇറ്റ്സ് മീ പ്രവീൺ സൈനിങ് ഔട്ട്. ബൈ.